ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണമെന്ന് ഞാൻ രാത്രിയെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം നമുക്ക് പെട്ടെന്ന് റെഡി ആവാം കേട്ടോ. ഇന്നാണെങ്കിൽ ഹെവി വർക്കൗട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഇച്ചിരി സമയം കിട്ടി. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ലേറ്റ് ആവുന്നതുകൊണ്ടാണ് ഈ ഗെറ്റ് റെഡി വിത്ത് മീ ഇതുവരെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാതിരുന്നത്. പിന്നെ ഞാൻ എയർ വാഷ് 2 ദിവസം കൊണ്ട് ചെയ്യുന്നതുകൊണ്ടും ഇന്നലെ രാത്രി ചെയ്തുകൊണ്ടും ഇന്നത് ചെയ്തിട്ടില്ല. മേല് കഴുകി പെട്ടെന്ന് നമുക്ക് റെഡി ആവാം. അപ്പോൾ അത് ഞാൻ സീറം അപ്ലൈ ചെയ്തു. പിന്നെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐബ്രോ ഫില്ല് ചെയ്ത് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പൂളി വെച്ചൊന്ന് ബ്രഷ് ചെയ്യും, അതൊരു ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഡോട്ട് & കീയുടെ വിറ്റമിൻ സി മോയ്സ്ചറൈസറാണ്. ഇതെനിക്ക് കഴിക്കാനാണ് കൂടുതൽ തോന്നുക. അതുപോലൊരു ഭയങ്കര മണവും ഒരു രസമാണ്. ഭയങ്കര കൂളിംഗ് എഫക്റ്റാണ് കേട്ടോ. പെട്ടെന്ന് തീർന്നു പോകും. ചെറിയൊരു ബോട്ടിലായതുകൊണ്ട് തന്നെ ഏകദേശം തീരാറായി. പിന്നെ ഒരു നൈക്ക പാലറ്റിൻ്റെ ഐ ഷാഡോ. കാരണം ഈ ഗ്രൂമിങ്ങിനകത്തും നീറ്റ് ആൻഡ് ക്ലീനിനകത്തൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ജോബും കൂടിയില്ല നഴ്സിംഗ് ജോബ്. എല്ലാ ജോബും അങ്ങനെ തന്നെ. പക്ഷേ എന്നാലും നമ്മൾ കൂടുതൽ ഇൻറ്റിമേറ്റ് ആയിട്ട് ആൾക്കാരുടെ ഇടപെടുന്ന ഒരു ജോബാണല്ലോ നഴ്സിംഗ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ കെയറിലാണ് വർക്ക് ചെയ്യുന്നതും കൂടിയിട്ട് എനിക്കത് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ ഇത്രയും വർഷമായിട്ട് ഇതുവരെ ഞാനൊരു വിട്ടുവീഴ്ച ചെയ്ത കാര്യമാണ്. ഞാൻ എത്ര ലേറ്റ് ആയാലും എത്ര സമയമില്ലെങ്കിലും ഞാൻ എപ്പോഴും എൻ്റെ ലുക്ക് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നോക്കും. ഞാനത് എൻ്റെ ഫ്രണ്ട്സിനോട് എൻ്റെ ജൂനിയർ സ്റ്റാഫിനോടൊക്കെ ഞാൻ എപ്പോഴും ഒരു ടിപ്സ് പറഞ്ഞു കൊടുക്കും കേട്ടോ. ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ചെയ്യാം, എന്തെങ്കിലും ഒരു മാറ്റം. കാരണം യൂണിഫോം സെയിം ആണ് എന്നും. മുടിയും എപ്പോഴും പുട്ടപ്പ് ചെയ്ത് വെക്കണം. പിന്നെ നമുക്കുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഫേവറേറ്റ് എൻ്റെ സ്റ്റെപ്പ് ലിപ്സ്റ്റിക്ക്. നല്ല അടിപൊളി ഒരു ലിപ്സ്റ്റിക് ആട്ടോ. അതിൻ്റെ റിവ്യൂ ഞാൻ വേറെ ഇടാം കേട്ടോ. പിന്നെ ഒരു ഹാപ്പിനെസ്സും കൂടി ഞാൻ പറയുന്നുണ്ട്. ഹാപ്പിനെസ് എന്ന് വെച്ചാൽ ഞാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാതെ ഒരു ടൈം പാസിന് വേണ്ടി മാത്രം തുടങ്ങിയൊരു ചാനലാണ്. ഇപ്പം എനിക്ക് 700 അടുത്ത് എനിക്ക് സബ്സ്ക്രൈബറായി. ഞാൻ 1K ആകുമ്പം എന്തായാലും എൻ്റെ ഒരു ഫസ്റ്റ് ഗിഫ്റ്റ് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്നതായിരിക്കും. എൻ്റെ സബ്സ്ക്രൈബറിനകത്ത് ഒരു 10% എൻ്റെ ഫാമിലി, ഒരു 20% എൻ്റെ ഫ്രണ്ട്സുമാണ്. അവരല്ലാതെ എന്നെ പേഴ്സണലി അറിയാത്ത കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ട് എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബേഴ്സിന് ഞാൻ ഒരാളെയോ അല്ലെങ്കിൽ 2 ആളെയോ സെലക്ട് ചെയ്തിട്ട് ഞാൻ അവർക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുക കേട്ടോ. എൻ്റെ ആഗ്രഹം കൊണ്ടാണ് ഞാനത് കൊടുക്കുന്നത്. കാരണം ഞാൻ ഒരുപാട് അങ്ങനെ വീഡിയോസൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ഗിവ് അവേ കൊടുക്കുന്നത്. അപ്പം എനിക്കും ഭയങ്കര സന്തോഷം. അതെന്താ, 1000 പേരാണെങ്കിലും അത് എൻ്റെ ഫാമിലി അല്ലേ, അപ്പോൾ അവർക്ക് കൊടുക്കാമല്ലോ. അപ്പം വഴി നമുക്കത് അറിയിക്കാം. എന്തായാലും 1000 ആവട്ടെ ഇൻഷാ അല്ലാ. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ കോൺഫിഡൻസ് ലെവലിനെ ബൂസ്റ്റ് ചെയ്യുന്നൊരു സംഭവം കേട്ടോ. പെർഫ്യൂം എന്ന് പറയുന്നത് സ്മെല്ലെന്ന് പറയുന്നുണ്ടല്ലോ, അതുപോലെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ കോരി അടിക്കുന്നത് കൂടാതെ ഞാൻ പോക്കറ്റ് സ്പ്രേ എപ്പോഴും കരുതും. എന്താണെന്നറിയോ, ലഞ്ച് കഴിക്കാനും ടീ ടൈമിലൊക്കെ ക്യാൻറ്റീനിൽ പോയാൽ പിന്നെ ക്യാൻറ്റീനിലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ റീഅപ്ലൈ ചെയ്യാൻ വേണ്ടി പോക്കറ്റിനകത്ത് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഞാൻ ലേറ്റായി, 7:30 ആവാറായി. ഞാൻ പോയിട്ട് വരാം. ടാറ്റാ, ബൈ.